നിലമ്പൂർ MLA PV അൻവർ പോലീസുമായിട്ട് വലിയ കോർക്കലിലാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് അദ്ദേഹം മലപ്പുറം SP വേദിയിലെത്തിക്കൊണ്ട് വിമർശിക്കുന്നത്. ഇന്നിപ്പോൾ മലപ്പുറം SP-യുടെ ഔദ്യോഗിക വസതിയിൽ മരം മുറിച്ച് കടത്തിയെന്നൊരു പരാതി ഉയരുന്നു. ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ അദ്ദേഹം അവിടെ ചെല്ലുന്നു. അവിടുത്തെ പോലീസിൻ്റെ സെക്യൂരിറ്റി അദ്ദേഹത്തെ കടത്തിവിടുന്നില്ല. ഇന്നിപ്പോൾ അദ്ദേഹം വീണ്ടും സമരവുമായിട്ട് രംഗത്ത് വരുന്നു, കുത്തിയിരിക്കുന്നു. അതിനിടയ്ക്ക് മുൻ SP ആയിട്ടുള്ള സുജിത് ദാസ് അദ്ദേഹത്തെ വിളിച്ച് ഫോണിൽ സംസാരിക്കുകയും സെറ്റിൽമെൻറ്റിന് ശ്രമിക്കുകയും ചെയ്യുന്നു. ആ ഓഡിയോ സന്ദേശം അദ്ദേഹം പുറത്തുവിടുന്നു. കുറേ ബഹളങ്ങൾ. പാർട്ടി സമരത്തിന് കൂടെ ഉണ്ടോ ചോദിക്കുമ്പോൾ ഏത് പാർട്ടി എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്ന കൗതുകം നമ്മൾ കാണുന്നു. അപ്പോൾ ഒരു ഭരണകക്ഷി MLA പോലീസുമായിട്ട് ഇങ്ങനെ ഒരു പരസ്യമായ യുദ്ധത്തിലേക്ക് പോകുന്നതിൻ്റെ നാടക സമാനമായ സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. ഈ സർക്കാരിൽ പോലീസ് വകുപ്പിന് എന്തുമാത്രം പ്രിവിലേജ് ഉണ്ട്, പോലീസ് എങ്ങനെയൊക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പോരാട്ടത്തിൽ ഇദ്ദേഹത്തിന് എന്തുമാത്രം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ക്വസ്റ്റ്യനൊക്കെ ആ നിലയ്ക്ക് അവിടെ ഉണ്ട്. അപ്പോൾ എന്താണ് PV അൻവർ ആൻഡ് പോലീസ് എപ്പിസോഡ് എന്നതാണ് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി സംസാരിക്കുന്ന വിഷയം. ദിവസവും മലപ്പുറത്തെ പോലീസിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കുറേ തവണ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മലപ്പുറത്തെ പോലീസ് ചീഫിനെതിരെയാണ് അവിടുത്തെ MLA തന്നെ നേരിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കാരണങ്ങൾ പലതാണ്, അല്ലെങ്കിൽ വ്യത്യസ്തവുമാണ്. അപ്പോൾ അൻവർ ഈ ചെയ്യുന്നതിൻ്റെ ഒരു ടോട്ടൽ സീൻ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? അതിൻ്റെ ഒരു തുടർ സാധ്യത എന്താണ്? പക്ഷേ ഈ സംഗതികൾക്ക് രണ്ട് പാർട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻവറും പോലീസുമായിട്ടുള്ള ഇപ്പോൾ നടക്കുന്ന ഈ സംഘർഷം. അതിൽ നമ്മൾ കാണേണ്ടത് അൻവറിന് വ്യക്തിപരമായി വലിയൊരു നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പുള്ളിയുടെ പാർക്കിൽ 2000 കിലോ തൂക്കമുള്ള അയൺ റോപ്പ് മോഷണം പോവുകയാണ്. 8 മാസം മുമ്പ് 5 മാസം മുമ്പ് അങ്ങാണ്ട് കാണാതെ പോയി വെച്ചാൽ മോഷണം പോയി. അപ്പോൾ അത് പോലീസിന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്നാണോ അന്വേഷിക്കാത്തതാണോ എന്നുള്ള വിഷയം അവിടെ ഉണ്ട്. എത്ര 2000 കിലോ അയൺ റോപ്പ് ഒരുത്തിന് രാത്രി ഒന്ന് തോളത്തിട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതിൽ കുറച്ചധികം ആളുകൾ ഇൻവോൾവ് ആയിട്ടുണ്ടാവും. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് പിടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവമൊന്നുമല്ലല്ലോ. പോലീസിന് വിചാരിച്ചാൽ എളുപ്പത്തിൽ പൊക്കാവുന്ന കേസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് പോലീസ് അനങ്ങുന്നില്ല. SP അടക്കം നേരിട്ട് പരാതി കൊടുത്തിട്ട് ഒരു അനക്കവും ഇല്ല എന്നുള്ള പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു 2000 കിലോ അയൺ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തുക വരുന്ന സാധനമാണല്ലോ. അദ്ദേഹമാണ് ബിസിനസ് ഏതാണ്ട് പകുതിക്ക് പലതരം പരിസ്ഥിതി പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് പല ബുദ്ധിമുട്ടുകൾ ഉള്ളതുമാണ്. അപ്പോൾ അത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് വ്യക്തിപരമായൊരു വിഷയമാണ്. അപ്പോൾ ഒരു MLAയുടെ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട പരാതിയോടുള്ള പോലീസിൻ്റെ സമീപനം ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരൻ്റെ പ്രശ്നത്തോടുള്ള സമീപനം എന്തായിരിക്കും എന്നൊരു പ്രശ്നം അതിനകത്തിട്ട്. അതിനിടയിലാണ് ഈ പോലീസ് അസോസിയേഷൻ സമ്മേളനം നടക്കുന്നു. അവിടെ ഇദ്ദേഹം സമയത്തെത്തുന്നു. SP എത്താത്തതുകൊണ്ട് ഇദ്ദേഹത്തിന് കാത്തു നിൽക്കേണ്ടി വരും. അത് ശരിക്കും ഒരു അവഹേളനമാണ്. ഒരു അവഹേളനം മാത്രമേ SP എന്നൊക്കെ പറഞ്ഞാൽ പോലീസിന് പങ്ക്ച്വാലിറ്റി ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പം SP പങ്ക്ച്വൽ അല്ലാത്തതുകൊണ്ട് MLAയുടെ സമയം MLA കാത്തു നിൽക്കേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് സംഭവിക്കാനേ പാടില്ലാത്തതാണ്. അപ്പോൾ അത് അദ്ദേഹം പരസ്യമായിട്ട് ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോൾ ഈ അവിടുത്തെ പോലീസ് ക്യാമ്പ് ഓഫീസിൽ SP-യുടെ ക്യാമ്പ് ഓഫീസിലുണ്ടായിരുന്ന മരങ്ങൾ മുറിച്ച് നടത്താൻ ഒരു പരാതി നേരത്തെ ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് ഇദ്ദേഹം അന്വേഷിക്കുന്നു. ഇദ്ദേഹം SP-ക്ക് പരാതി കൊടുക്കുന്നുണ്ട്. അത് എന്താ ആ കേസ് അന്വേഷണം അവിടെ എത്തിയെന്ന് അതിനൊരു മറുപടിയില്ല. അപ്പോൾ പുള്ളി അവിടെ ആ മരക്കുറ്റികളൊക്കെ കാണാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അവിടെ കാവൽ നിന്ന പോലീസുകാരൻ തടയുന്നു. SP-യുടെ അനുവാദമില്ലാണ്ട് പുള്ളി അവിടെ ബോർഡൊക്കെ വെച്ചിട്ട് സമരം നടത്തുന്നു. അപ്പോൾ അതിൽ കാണേണ്ട കാര്യം ഇതാണ്, നിഷാദ് പറഞ്ഞ പോലെ ആഭ്യന്തര വകുപ്പ് പോലീസ് ഇതെന്താ പരിപാടി? ഇതൊരു വെള്ളരിക്കപ്പെട്ടതാണോ? ഇതുവരെ പിന്നെ ഇതിനെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ചീത്ത പറയാം, സുഡാപ്പി എന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വിളിച്ചിട്ട് ചീത്ത പറഞ്ഞ് ആട്ടാം. പക്ഷേ ഇത് ഭരണമുന്നണിയിൽപ്പെട്ട ഒരു MLA ആണ് പറയുന്നത്. എൻ്റെ സ്വത്ത് നഷ്ടപ്പെട്ടു, 5-8 മാസമായി, ഒരനക്കവും ഇല്ല. ഇവിടെ പോലീസിൻ്റെ കോമ്പൗണ്ടിൽ മരങ്ങൾ മുറിച്ച് പോയി, അതേക്കുറിച്ച് ആ അന്വേഷണത്തെക്കുറിച്ച് ചോദിച്ച് ഒരു മറുപടിയില്ല. എന്നിട്ട് ആ MLAക്ക് കുത്തിയിരുന്ന് സമരം നടത്തേണ്ടി വരും എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് ആലോചിച്ചു. ഇതാണ്. അപ്പോൾ ഈ പറയുന്ന സംഗതിയിൽ പാർട്ടി അദ്ദേഹത്തെ പിന്തുണക്കുന്നില്ല എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അതാണ് ഏതാ പാർട്ടി എന്നൊക്കെ ചോദിക്കുന്നത്. അത് തന്നെ അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി പലതവണ വിളിക്കുന്നുണ്ട്. അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. പിന്നീട് ഒരു മെസ്സഞ്ചറെ വിട്ടിട്ടാണ് പാർട്ടി ഓഫീസിൽ വരണം എന്ന് പറയുന്നത്. ആ പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് പത്രക്കാർ ഏതാ പാർട്ടി എന്ന് ചോദിക്കുന്നത്. ഞാൻ അവിടെ അങ്ങോട്ട് പോകുമ്പോൾ മൂത്രമൊഴിക്കാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചായ പിടിക്കാനൊക്കെ കയറിയെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ പാർട്ടിക്ക് അത്ര എളുപ്പം ഇതാക്കാൻ പറ്റില്ല. അൻവർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കൊമ്പനാണ്. അൻവറിൻ്റേതായിട്ടുള്ള ഒരു സപ്പോർട്ട് ബേസ് നിലമ്പൂർ മേഖലകളിലുണ്ട്. ആ ഒരു ധൈര്യവും ആത്മവിശ്വാസമുണ്ട്. ഇനി ഈ പണി നിർത്തിയാൽ തന്നെ എനിക്ക് ആഫ്രിക്കയിൽ പോയിട്ട് സ്വർണം കുഴിച്ചെടുക്കാനുള്ള പരിപാടിയുണ്ട് എന്നൊക്കെ തന്നെയാണ് അദ്ദേഹം വിചാരിക്കുന്നത്. ഇത് അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരാളല്ല അൻവർ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ നിൽക്കില്ല.
ഒരിടത്തിൽ പാർട്ടിക്ക് അൻവറിനെയാണ് വേണ്ടത്. അതെ, ഒരു പാർട്ടിക്ക് അൻവറിന് ആവശ്യമുള്ള ഒരവസ്ഥയുണ്ട്. ഇതാണ് ഇതിലെ പാർട്ട് നമ്പർ 1. പക്ഷെ പാർട്ട് നമ്പർ 2 ഉണ്ടല്ലോ, അത് അതിഗുരുതരമായുള്ള സംഭവമാണ്. ഇന്നിപ്പോൾ പുറത്ത് വന്നിട്ടുള്ള ഓഡിയോ എന്താണ്? മുൻ SP സുജിത് ദാസ് ഇദ്ദേഹത്തെ വിളിക്കുകയാണ്. ഇദ്ദേഹത്തെ വിളിച്ചിട്ട് വന്ന MLA, നിങ്ങൾ മറ്റേ കേസ് വല്ലാതെ പ്രസ് ചെയ്യരുത്, അത് എന്നെയാണ് ബാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്തോ കുഴപ്പമൊപ്പിച്ചു. ഈ മരം മുറിച്ചതാരാ? അല്ലെങ്കിൽ ഈ മരം ആർക്കു വേണ്ടിയാണ് മുറിച്ചത്? ആ മുറിച്ച മരങ്ങൾ എവിടെ? അത് ഫേണിച്ചറായി മാറിയോ? ഫേണിച്ചറായി മാറിയെങ്കിൽ ഏത് വീട്ടിലാണുള്ളത്? അത് പരാതിയായപ്പോൾ ഒരു ഫർണിച്ചർ കച്ചവടക്കാരൻ്റെ കയ്യിൽ കൊടുത്ത് അത് കത്തിച്ചോ? ഇങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങളുണ്ട്, പല പരാതികളുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ കാണേണ്ടത്. ഈ സുജിത് ദാസ് എന്ന് പറയുന്ന കക്ഷിയുണ്ടല്ലോ, IPS കാരനാണ്. ഇദ്ദേഹം നേരത്തെ ഈ എറണാകുളം റൂറലിൽ എന്താണ് ഡാൻസ് ഓഫ് ഉണ്ടല്ലോ, ഡാൻസ് അതിൻ്റെ ആൻറ്റി നാർക്കോട്ടിക് ഇതിൻ്റെ ASP ആയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. ആ സമയത്ത് എടത്തലയിൽ സുനിൽ കുമാർ, ഉമറുൽ ഫാറൂഖ്, രഞ്ജിത്ത്, പിന്നെ ഒരാൾ, ഇങ്ങനെ 4 ചെറുപ്പക്കാരെ പിടിച്ചു, ഇടിച്ചു, മാരകമായിട്ട് ഇടിച്ചു. എന്നിട്ട് അവർക്കെതിരെ ഒരു നാർക്കോട്ടിക് കേസ് കൊടുത്തു, കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു. അപ്പോൾ അതിൽ ഈ സുനിൽ കുമാറിൻ്റെ ഭാര്യ രേഷ്മ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവിനെ ഈ വ്യാജമായ കഞ്ചാവ് കേസിൽപ്പെടുത്തി, കഞ്ചാവുമായിട്ട് ഈ ജാതി പരിപാടി ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ് എൻ്റെ ഭർത്താവ്, അങ്ങേരെ പിടിച്ചുകൊണ്ടുപോയി മാരകമായി മർദ്ദിച്ചു. ഇതിൽ 1-2 ആളുകളുടെ കേൾവി ശക്തിക്ക് ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ കേട്ടോ, ഇടി കിട്ടിയിട്ട്. അപ്പം ഈ ഒന്ന് വ്യാജ കേസിൽപ്പെടുത്തി മാരകമായി മർദ്ദിച്ചു. അതുകൊണ്ട് CBI അന്വേഷണം നടത്തുന്നുണ്ട്. ഇവർ ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു. ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തതിൻ്റെ 3-ാം പക്കം രേഷ്മയുടെ വീട്ടിൽ 3-4 ആളുകൾ വരികയാണ് രാത്രി. എന്താണ് സുജിത് ദാസിനെതിരെ കേസ് കൊടുക്കാനാണ് നിൻ്റെ പരിപാടി, തട്ടികളയും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ ഭീഷണിപ്പെടുത്തി, ഇങ്ങനൊരു സംഘം വന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും പരാതി കൊടുക്കുന്നുണ്ട്. ആ പരാതി സ്വീകരിച്ചില്ല എന്നൊക്കെയുള്ള പ്രശ്നം. ഇത് 2018 സംഭവം കേട്ടോ. ഈ സംഭവത്തിന് ശേഷം പിന്നെ നമ്മളെന്താ കാണുന്നറിയോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഹൈക്കോടതിയിൽ കേസുള്ള, ഇങ്ങനെയൊക്കെ ആരോപണ വിധേയനായ ഒരാൾക്ക് എന്താ സംഭവിക്കേണ്ട സാധാരണഗതിയിൽ? പക്ഷെ അദ്ദേഹം മലപ്പുറത്ത് SP ആയി വരികയാണ്, സംസ്ഥാനത്ത് ഏറ്റവും ജനസംഖ്യയുള്ള ജില്ലയുടെ SP ആയിട്ട് വരികയാണ്. അപ്പോൾ എന്താ ഇവിടെ നടക്കുന്നത്? എന്താണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നടക്കുന്നത്? ഈ ഹൈക്കോടതിയിൽ കേസുള്ള കാര്യം അതെ ഇത് അവിടുന്ന് പ്രതിഷേധം ഉണ്ടായ മുഖ്യമന്ത്രി പറയുന്നത് സ്വതന്ത്ര റിപ്പബ്ലിക് അല്ലെന്നാണ്. അപ്പോൾ എന്നിട്ട് ഇയാൾ കേരളത്തിൽ ഏറ്റവും ജനസംഖ്യയുള്ള ജില്ലയുടെ SP ആയിട്ട് വരും. SP ആയിട്ട് വരിക മാത്രമല്ല നിഷാദെ, 3.5 വർഷമാണ് അയാൾ ആ സ്ഥാനത്ത് വരുന്നത്. കേരളത്തിൽ ഏതെങ്കിലും ഒരു SP ഒരു ജില്ലയിൽ ഇത്രയധികം കാലം നിന്നിട്ടുണ്ടോ? ഈ സുജിത് ദാസിൻ്റെ റെക്കോർഡുള്ള ഒരു SPയെ കാണിച്ചു തരാൻ പറ്റും. ആ സമയത്ത് തലങ്ങും വിലങ്ങും SP-മാർ ട്രാൻസ്ഫർ അടിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് ട്രാൻസ്ഫർ ഉണ്ടാകുന്നില്ല. അവസാനം എന്താ സംഭവം? താമർ ജഫ്രി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇടിച്ചു കൊല്ലുകയാണ് പോലീസുകാർ. അത് ഇങ്ങേരുടെ നേതൃത്വം ഡാൻസ് ഓഫാണ് ഇടിച്ചു കൊല്ലുന്നത്. ഒരു പൊടിക്കാണ്, കേസിൽ ഇദ്ദേഹം ഇല്ല. അപ്പോൾ ഇങ്ങേർക്കെതിരെ വലിയ തോതിൽ ജനരോഷം ഉണ്ടാകുന്നു. ഇദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറയുന്നു. മാറ്റാൻ സന്നദ്ധമാവുന്നേ ഇല്ല. പക്ഷെ പ്രതിഷേധം കനത്തപ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുന്നു. പക്ഷേ സാങ്കേതികമായി ട്രാൻസ്ഫർ ആയിരുന്നില്ല. അദ്ദേഹത്തെ ട്രെയിനിങ്ങിന് പറഞ്ഞേക്കുകയാണ്. അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നതല്ല നോട്ടിഫിക്കേഷൻ. അദ്ദേഹത്തെ ഹൈദരാബാദിലേക്ക് ഫേർദർ ട്രെയിനിങ്ങിന് പറഞ്ഞേക്കുകയാണ്. ഫേർദർ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പുള്ളി ആൻറ്റി ടെററിസം സ്ക്വാഡിൽ ഓപ്പറേഷൻസ് SP ആയിട്ടാണ് നിയമിതനാകുന്നത്. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് പത്തനംതിട്ട SP ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ 3.5 വർഷക്കാലം സുജിത് ദാസ്, നമ്മൾ കഴിഞ്ഞ വർഷം ഇതിവിടെ ചർച്ച ചെയ്തതാണ്. അന്ന് നമ്മൾ അത് കൊടുത്ത തലക്കെട്ട് മലപ്പുറം പോലീസ് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ് എന്നുള്ളതാണ്. ഇദ്ദേഹം അവിടെ ചെയ്തു കൂട്ടി എന്തൊക്കെയാണെന്നറിയോ? ഇദ്ദേഹത്തിനെതിരെ വിജിലൻസിൽ എന്തോരം പരാതികൾ പോയിട്ടുണ്ട്, വിചിത്രമായ പരാതികളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കോഴിക്കോട് ഒരു ആശുപത്രിയിൽ പ്രസവിക്കുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഈ പറയുന്ന തേഞ്ഞിപ്പലം മുതൽ വളാഞ്ചേരി എന്ന് പറഞ്ഞാൽ തേഞ്ഞിപ്പലം മുതൽ കുറ്റിപ്പുറം വരെ, എന്നാൽ മലപ്പുറം ജില്ലയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പോലീസിനെ നിയോഗിക്കുകയാണ് ട്രാഫിക് ക്ലിയർ ചെയ്യാൻ വേണ്ടി. അത് വിജിലൻസിന് പരാതി പോയതാണ്. കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആ പരാതിയിൽ ഈ പറയുന്ന ഇപ്പോൾ അൻവർ കുറ്റി അന്വേഷിച്ച് പോകുന്നുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട പരാതിയുണ്ട്. അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്നിപ്പോൾ ഇദ്ദേഹം പറയുന്നത്, നിങ്ങളത് പ്രസ് ചെയ്യല്ലേ, നിങ്ങളാ കേസ് പ്രസ് ചെയ്യല്ലേ, അത് എന്നെയാണ് ബാധിക്കുക എന്ന് SP MLA വിളിച്ച് പറയുകയാണ്. അപ്പോൾ ഈ മലപ്പുറത്ത് ഇദ്ദേഹം ഇരിക്കുന്ന കാലത്ത് വിചിത്രമായ നടപടി. ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന പ്രതിഷേധം, ഇപ്പോൾ സിവിൽ സ്റ്റേഷനിലേക്ക് കളക്ടറേറ്റിലേക്കൊക്കെ നടക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ ഉണ്ടാവുമല്ലോ. സ്വാഭാവികം പ്രതിപക്ഷ സംഘടനകളാണ് കൂടുതൽ നടത്തുന്നത്. മലപ്പുറത്താകുമ്പോൾ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ യൂത്ത് ലീഗ്, MSF, ഈ ഫ്രറ്റേണിറ്റി, ഇവരൊക്കെയാണ് കൂടുതലും വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ അതൊക്കെ ഉന്നയിച്ചാണ്.
നിഷാദ് ആ മാർച്ചുകളുടെയൊക്കെ വിഷ്വലെടുത്തൊന്ന് പരിശോധിച്ച് നോക്കും. പട്ടിയെ തല്ലുന്നത് പോലെ ഈ മാർച്ച് നടത്തുന്ന ആളുകളെ തല്ലുന്നത് കാണാൻ പറ്റും. നേതാക്കന്മാരടക്കം ഒത്തിരി മാർച്ച് അവിടെ വരുമ്പോഴേക്ക് തല്ലാരംഭിച്ചിട്ടുണ്ടാവും. ഇദ്ദേഹം സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. പിന്നെയുള്ള പ്രധാനപ്പെട്ട പരിപാടി മൾട്ടിപ്പിൾ അഫെയർ ആണ്. മൾട്ടിപ്പിൾ അഫെയർ. 3 ആളുകൾ ഇരുന്ന് കഞ്ചാവ് പിടിക്കുകയാണ്. കഞ്ചാവ് പിടിക്കണമെന്നില്ല, മദ്യപാനം വേണ്ടില്ല. അതൊരു കേസായിരിക്കില്ല, അത് 3 കേസായിരിക്കും. അപ്പോൾ എന്താ കാര്യം? 2 കാര്യം. ഒന്ന്, മലപ്പുറം ജില്ലയിലെ കേസുകൾ വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ അത് കൊനോട്ടേഷൻ ശ്രദ്ധിക്കണം. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കേസുകൾ എന്ന ഒരു നമ്പർ വരുന്നത് ആരെ സുഖിപ്പിക്കാനാണ്. രണ്ടാമത്, ഞാൻ ഒരുപാട് കേസുകൾ പിടിച്ച ആളാണ്, ഒരുപാട് കേസുകൾ ആളാണെന്നുള്ള വ്യക്തിപരമായ ഒരു നേട്ടം അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ നിലക്ക് ആ 3.5 വർഷക്കാലം ഒരു പോലീസ് ഓഫീസർ എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അതെല്ലാം ചെയ്തു. അതിനിടയിൽ പെരിന്തൽമണ്ണ ASI ആയിട്ടുള്ള ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു ASI ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ആത്മഹത്യയെക്കുറിപ്പ് കാണാതായത് പരാതിയുണ്ട്. അതേക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണം നടന്നോ എന്നൊരു പ്രശ്നമുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ഇതിനെതിരെ പ്രതിഷേധമുണ്ട്. നമ്മൾ തന്നെ ഒരുപാട് വാർത്തകൾ ചെയ്തിട്ട് നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൽ എനിക്ക് തോന്നുന്നു 2-ലധികം തവണ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹം മാത്രം ട്രാൻസ്ഫർ ഇല്ലാതെ അവിടെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ ആ മനുഷ്യരാണ് ഇപ്പോൾ MLA വിളിച്ചിട്ട് നിങ്ങളത് പ്രസ് ചെയ്യല്ലേ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു ഈ മനുഷ്യൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്, ആരായിരുന്നു ഇങ്ങേർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുകയാണ് വേണ്ടത്. അൻവർ ആ കാര്യം കൂടെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, അല്ല അൻവറിൻ്റെ ഒരു ഫൈറ്റിൻ്റെ ഒരു സാധ്യത എന്തുമാത്രമാണ് ജെയിംസ്? ഫൈറ്റിൻ്റെ സാധ്യത, അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത് ആർക്കെതിരെയാണ്? അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കെതിരെയോ സർക്കാരിനെതിരെയോ അല്ല, പോലീസിലെ ഒരു വിഭാഗത്തിനെതിരെയാണ്. ഇപ്പോൾ ഇടത്തല സംഭവം ദിവസമായി പറഞ്ഞല്ലോ, ഇടത്തല സംഭവത്തിൽ അന്ന് ഡാൻസ് ഓഫ് അല്ല, അത് സിറ്റി ടൈഗർ ഫോഴ്സാണ്. സിറ്റി ടൈഗർ AV ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പർട്ടിക്കുലർ സംഭവം ഡാൻസ് ഇതാണ് എന്താ പറയുക, നാർക്കോട്ടിക് കേസ് മാത്രം അന്വേഷിക്കാനുള്ള ഏജൻസി ആയിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഇരിക്കട്ടെ, ഈ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പ്രത്യേകമായ വിധികളുണ്ട്. പോലീസ് സേനയ്ക്കകത്ത് പ്രത്യേകമായ ഈ ഫോഴ്സുകൾ ഉണ്ടാക്കാൻ പാടില്ല. ഈ ഡാൻസ് ഓഫിൻ്റെ നിയമസാധുത തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. നിലവിൽ തന്നെ എല്ലാ പോലീസ് ആസ്ഥാനത്തും ഈ പറയുന്ന നാർക്കോട്ടിക് സെല്ലുണ്ട്. നാർക്കോട്ടിക് സെല്ലുള്ളൂ, പിന്നെ അതേ കേസ് അന്വേഷിക്കാൻ വേണ്ടി എന്തിനാണ് ഡാൻസ് ഓഫ് പ്രത്യേകമായ ഫോഴ്സ് ഉണ്ടാകുന്നത്? ഈ പ്രത്യേകമായ ഫോഴ്സ് ഉണ്ടാക്കിയുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ ഫോഴ്സിലെ അംഗങ്ങളെല്ലാം ഗുണ്ടകളായി മാറുന്നതാണ് കേരളത്തിലുണ്ടായ മുഴുവൻ അനുഭവം. അത് ഏതൊക്കെ തരത്തിൽ ആരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അവർ തനി ഗുണ്ടാപ്പണിയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതാണ് എല്ലാ ഫോഴ്സുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇടത്തല ചെയ്ത ആളാണ് പിന്നെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നത്, മലപ്പുറത്തെ ഈ താമർ ജിഫ്രി കേസിലും ഉൾപ്പെടുന്നു. ഒന്നൊന്ന് ആലോചിച്ച് നോക്കുക, മലപ്പുറത്ത് 3.5 കൊല്ലം അദ്ദേഹം ഇരുന്നു. അദ്ദേഹത്തിനുള്ള ആരോപണം ആഭ്യന്തരമന്ത്രി അദ്ദേഹം അങ്കിൾ എന്നാണ് വിളിക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിനുള്ള ആരോപണം. അപ്പോൾ അതിനർത്ഥം ഭരണകൂടത്തിന് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് അദ്ദേഹം, ഭരണകൂടത്തിന് വളരെ പ്രിയപ്പെട്ട ആളാണ്. അപ്പോൾ ആ ഭരണകൂടത്തിന് പ്രിയപ്പെട്ട ഒരാളോടാണ് അൻവറിൻ്റെ പോരാട്ടം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അൻവർ തിരിച്ചു ചോദിക്കുന്നത് ഏത് പാർട്ടിന്ന് ചോദിക്കുന്നത്. കാരണം ആരുമില്ല അദ്ദേഹത്തിന് കൂടെ. പിന്നെ അൻവർ ഉന്നയിക്കുന്ന വിഷയം ഈ മലപ്പുറത്ത് സവിശേഷമായി കഴിഞ്ഞ ഈ സുജിത് ദാസിൻ്റെ കാലത്തും ഇപ്പോഴത്തെ SP യുടെ കാലത്തും ആ ജില്ല നേരിടുന്ന പ്രശ്നം യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണോ അൻവർ ഈ പോരാട്ടം നടന്നത് വെച്ചാൽ നമുക്കറിയില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു വടം പോയതുമായി ബന്ധപ്പെട്ട വളരെ വ്യക്തിപരമായൊരു കേസിൽ പോലീസ് ഇടപെട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമെങ്കിൽ ഈ വിഷയം വേണ്ട വിധം ഉൾക്കൊണ്ടോ നമുക്കറിയില്ല. ഈ പ്രശ്നം ഉണ്ടാകുന്നതിനും ഈ SP യെ ശാസിക്കുന്നതിന് തൊട്ട് മുമ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ ഇതേ വേദിയിൽ, അതായത് പോലീസ് അസോസിയേഷൻ്റെ വേദിയിൽ മലപ്പുറം പോലീസിനെ വിമർശിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ആ വിമർശനം ശ്രദ്ധിക്കണം, കേസുകൾ അനാവശ്യമായി. മറ്റൊരു കാര്യം, ഇന്ന് പുറത്തു വന്ന ഓഡിയോ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. അതിൽ ഈ സുജിത് ദാസ് MLA വിളിക്കുന്ന MLA കുറച്ച് കഴിയുമ്പോൾ മാഷെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്, പിന്നെ MLA എന്നാണ് വിളിക്കുന്നത്. ഈ പ്രോട്ടോകോൾ പ്രകാരം ഒരു MLA SP തമ്മിലുള്ള ശാക്തിക ബലാബലം എങ്ങനെയാണ്? അത് ചീഫ് സെക്രട്ടറിയുടെ റാങ്കിലുള്ളതാണ് MLA. ഈ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഒരാളെ ഒരു SP, മാഷെ, MLA എന്നൊക്കെ എങ്ങനെയാണ് വിളിക്കാൻ പറ്റുക? എന്തുകൊണ്ടാണ് അയാൾക്ക് സാറിന് വിളിച്ചുകൂടെ? അപ്പം അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്, അതായത് അൻവറിനെ എങ്ങനെയാണ് സുജിത് ദാസ് കാണുന്നതെന്നും ഇപ്പോഴത്തെ SP എങ്ങനെയാണ് കാണുന്നത് നമുക്ക് വ്യക്തമാണ്. അതായത് ഒരു പ്രത്യേക വിഭാഗം നമ്മുടെ പോലീസിലുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. അത് ആരാണ് അതിൻ്റെ പിന്നിലെന്ന് നമുക്കറിയില്ല. അത് ഭരിക്കുന്ന പാർട്ടിക്കോ ആഭ്യന്തരമന്ത്രിക്കോ ഉണ്ടോ എന്നറിയില്ല. ആഭ്യന്തരമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട ആളാണെന്നാണ് പറയപ്പെടുന്നത് സുജിത് ദാസിനെ മലപ്പുറത്ത് മാറ്റിയിട്ട് ഈ ഒരുപാട് അലിഗേഷൻസിന് ശേഷം, താമർ ജിഫ്രി സംഭവത്തിന് ശേഷം അലിഗേഷന് ശേഷം അദ്ദേഹത്തെ ഹൈദരാബാദിൽ ഭീകരവിരുദ്ധ ട്രെയിനിങ്ങിനാണ് അയക്കുന്നത്. വെറും ട്രെയിനിങ് അല്ല, ഭീകരവിരുദ്ധ ട്രെയിനിങ്. അത് മലപ്പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കാവുന്ന പ്രത്യേക ട്രെയിനിങ് ആണത്. ഹൈദരാബാദിൽ തിരിച്ചു കൊണ്ടുവന്ന് ഭീകരവിരുദ്ധ സേനയിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് മാറ്റിയിരിക്കുന്നു. അപ്പോൾ എന്താണ് പറയുക, നമ്മൾ കഴിഞ്ഞൊരു 5-8 വർഷമായിട്ട് കേരളത്തിലെ പോലീസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അൻവർ വെറുതെ ഈ പാറയിൽ കടിച്ച് പല്ല് കളയാന്നല്ലാണ്ട് ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഒരു MLA ഒക്കെ വിളിച്ചിട്ട് SP വിളിച്ചിട്ട് ആ കേസ് പിൻവലിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണെങ്കിൽ വിളിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കുക. എനിക്കെതിരെയുള്ള കേസ് പിൻവലിക്കണം, അത് എൻ്റെ കാലത്താണ് മുറിച്ചത്, അവിടെ ഇപ്പോൾ ഇരിക്കുന്ന SP അവന്മാരെ ഒന്നും ശരിയല്ല, അവന്മാരെ എനിക്കെതിരെ കളി. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു MLA കൊടുത്ത പരാതിയെക്കുറിച്ച് ഒരു SP MLA വിളിച്ചിട്ട്
അത് എനിക്കെതിരെ നടക്കുന്ന കളിയാണ്, ഇപ്പോൾ ഇരിക്കുന്ന SP ശരിയല്ല എന്നൊക്കെ MLAയോട് മറ്റൊരു SP പറയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ. സാധാരണ രീതിയിൽ അങ്ങനെ ചെയ്യില്ലല്ലോ. ഒരു SP ഒരു MLA വിളിച്ചിട്ട് എനിക്കെതിരെയുള്ള പരാതി ഒന്ന് പിൻവലിക്കണം, അത് എന്നെ ദോഷകരമായിട്ട് ബാധിക്കും, ഇപ്പോൾ ഇരിക്കുന്ന SP ശരിയല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയത് ഇവരൊക്കെ IPS ഓഫീസേഴ്സാണ്. അപ്പോൾ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഇത്തരം ആളുകളുടെ സ്വാധീനം കൂടി നമ്മൾ ആലോചിച്ചിട്ട് വേണം. ഞാൻ പറഞ്ഞ അൻവർ വെറുതെ കുത്തിയിരിക്കാന്നേ ഉള്ളൂ. എന്താണ് പാറയിൽ കടിച്ച് പല്ല് കളയുന്ന പണിയാണ് ഇപ്പോൾ അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, എന്തായാലും പോലീസുമായി ബന്ധപ്പെട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവയെല്ലാം കൂടിയും ഉയർത്താൻ അൻവറിന് കഴിയണം. അത് വിജയിക്കുമോ ഇല്ലെന്നുള്ളതല്ല, വിഷ്വസ് അദ്ദേഹം ഉയർത്തട്ടെ എന്നാണ് ഇരിക്കുക. നമസ്കാരം.